മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു മനുഷ്യൻ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ, ഖത്തം ഓതുമ്പോൾ അതിന്റെ പരിപൂർണമായ പ്രതിഫലം കിട്ടാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, പകലിന്റെ ആദ്യത്തിലോ രാത്രിയുടെ ആദ്യത്തിലോ ആയിരിക്കണം വിശുദ്ധമായ ഖത്തം പൂർത്തീകരിക്കേണ്ടത്. പകലിന്റെ ആദ്യത്തിൽ എന്ന് പറഞ്ഞാൽ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ ഖത്തം തീരുന്ന ഒരവസ്ഥ വെക്കുക. ഇപ്പോ തറാവിഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ അവസാനത്തെ ഒരു ജുസു ആണ് നമ്മൾക്ക് ഓതി തീർക്കാനുള്ളതെങ്കിൽ അതിങ്ങനെ ഓതി അവസാനം 1-2 സൂറത്തുകൾ ഓതി കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ മൊത്തം ഖത്തം തീരും. പക്ഷേ അപ്പോൾ ഓതണ്ട, അത് നമ്മൾ എപ്പോഴത്തേക്ക് മാറ്റണം? അത് നമ്മൾ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ആ ഖത്തം തീരുന്ന അവസ്ഥ വെക്കുക. അത് പ്രത്യേകം നല്ലതാണ്. പിന്നെയോ അതുപോലെ തന്നെ ഖത്തം ഓതുന്ന സമയത്ത് ഖുർആൻ മൊത്തം ഖത്തം ഓതി കഴിഞ്ഞാൽ ഒന്ന് വഴങ്ങൽ നല്ലതാണ്. എന്താ ഈ വഴങ്ങുക? ഖത്തം വഴങ്ങുക എന്ന് കേട്ടിട്ടില്ല? എന്താ അതിന്റെ അർത്ഥം? ആ ഓതിയ ഖത്തമ് അള്ളാഹുവെ എന്തിനു വേണ്ടി, ചിലപ്പോൾ വാപ്പാക്ക് മഗ്ഫിറത്ത് കിട്ടാൻ വാപ്പാക്ക് വേണ്ടി ഓതിതാൻ, ഉമ്മാക്ക് വേണ്ടി ഓതിതാൻ, ഭർത്താവിന് വേണ്ടി ഓതിതാൻ, ഭാര്യയ്ക്ക് വേണ്ടി ഓതിതാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറാദ് ഹാസിലാവാൻ വേണ്ടി ഓതിയതാൻ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുറാദുകളൊക്കെ നമുക്കുണ്ടെങ്കിൽ അള്ളാഹു ഈ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ, അള്ളാഹു ഞാൻ ഓതിയ ഖുർആൻ ഖത്തം നീ സ്വീകരിക്കണേ എന്നൊക്കെ ദുആ ചെയ്യുക. അതാണ് ഈ വഴങ്ങുക എന്ന് പറഞ്ഞാൽ, ദുആ ചെയ്യുക. ഒരു മനുഷ്യൻ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കഴിഞ്ഞിട്ട് അവൻ ദുആ ചെയ്യുമ്പോൾ 40,000 മലക്കുകൾ അവന്റെ ദുആക്ക് ആമീൻ പറയുമെന്നാണ് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു മനുഷ്യൻ അവൻ പരിശുദ്ധമായ ഖുർആൻ ഓതി ഓരോ സൂറത്തും ഓതി അവസാനം സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ് ഒക്കെ ഓതുന്ന സമയത്ത് 40,000 മലക്കുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നു, ഇവൻ എപ്പോഴാണ് ദുആ ചെയ്യുന്നത്, അതിന് ഞങ്ങൾ ആമീൻ പറയാനിതാ റെഡിയാൻ. മലക്കുകളുടെ ദുആ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെയോ മറ്റൊരു കാര്യമാകുന്നത്, ഖുർആൻ ഇപ്പൊ റമദാൻ ആകുമ്പോൾ നമുക്കത് വേണമെന്നില്ല. റമദാൻ അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഖത്തം ഓതിക്കഴിഞ്ഞാൽ അത് ദ്വാരക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മധുരം കൊടുക്കൽ നല്ലതാണ്. റമദാനിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് പകല് നോമ്പ് പിടിക്കുന്നു, അപ്പൊ നമുക്ക് ഈ മധുരം ഒജീനൊന്നും കൊടുക്കാൻ പറ്റൂല. രാത്രിയാണെങ്കിൽ അത് കൊടുക്കൽ നല്ലതാണ്. പിന്നെയോ ഖത്തം തീർക്കുന്ന അന്ന് നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് കാണാം. പിന്നെ ഏതെങ്കിലും ഒരു ഖത്തം തീർക്കുന്ന ഒരു മജ്‌ലിസ് ഉണ്ട്, ഖത്തം ദുആ മജ്‌ലിസ് ഉണ്ടെങ്കിൽ അവിടെ പങ്കെടുക്കൽ വലിയ പുണ്യമാണ്.